ഗോപി ഇന്നിപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു 6 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചത്. അതെ, ഹൈബ്രിഡ് കഞ്ചാവുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കേരളത്തിൽ. ബാങ്കോക്ക് ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച് അനുജയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ? അതെ, വളരെ വീര്യമുള്ളതാണ് എന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മുടെ റിപ്പോർട്ടർ തന്നെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് കൊടുത്തതാണ്. ഇത്തരത്തിൽ മേക്കപ്പ് മാനെ പിടികൂടി, അതുപോലെ ഇന്നിപ്പോ പിടിയിലായ ഒരു മോഡലാണ്. സിനിമാ മേഖലയിൽ 1 ലക്ഷം രൂപയുടെ കാരിയറാണെന്നാണ് കേട്ടത്. അയാളൊരു കാരിയറാണ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നെടുമ്പാശ്ശേരി നമുക്ക് ഒരുപാട് പാസഞ്ചേഴ്സിന്റെ ട്രാൻസിറ്റ് താവളമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ എയർപോർട്ടിന്. പക്ഷേ ഈ എയർപോർട്ടിൽ കഞ്ചാവിന്റെയും ഹൈബ്രിഡ് കഞ്ചാവിന്റെയും ഒക്കെ ഒരു ട്രാൻസിറ്റ് എയർപോർട്ടായിട്ട് ഇത് മാറുകയാണ്. 100 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഇതുവഴി കടന്നുപോയി എന്നുള്ള കണക്ക് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് ഈ വാർത്ത കവർ ചെയ്തു. രാവിലെ മോർണിംഗ് ഷോയിലായിരുന്നു ഈ വാർത്ത പോയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്. വിഷ്ണു പറയുന്നില്ലേ? പറഞ്ഞോളൂ വിഷ്ണു. എനിക്ക് എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു നെടുമ്പാശ്ശേരിയിൽ അവിടെ നിൽക്കുക വിഷ്ണു. ശബ്ദം അവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ വിഷ്ണു കേൾക്കാമോ നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന ദൃശ്യമാണ്. ഈ യാത്രക്കാരനെ, ഫാഷൻ ഡിസൈനർ കൂടിയായ ഈ യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടിയൊക്കെ പരിശോധിച്ചപ്പോൾ കിട്ടിയ വസ്തുക്കളാണിത്. ഇന്ത്യൻ കസ്റ്റംസ് പരിശോധിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിഷ്ണു സുരേഷ് കൂടി ചേരുകയാണ്. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ എത്തിച്ച് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കടത്തിയ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. മോഡലിന്റെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടികൂടി, ഫാഷൻ ഡിസൈനറുടെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. കഞ്ചാവ് കടത്തിയത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ബാഗിനകത്ത് പ്രത്യേക അറകൾ ഉണ്ടാക്കിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ 6 പാക്കറ്റുകൾ നിറച്ചു വെച്ചിരുന്നത്. ഇതിന് ഇയാൾക്ക് ഒരു തുകയായി ലഭിച്ചിരുന്നത് 1 ലക്ഷം രൂപയും ഫ്ലൈറ്റ് ടിക്കറ്റും. ഇതാണ് ഇയാളുടെ കൂലി. ഇങ്ങനെ ഈ പൈസ കൈപ്പറ്റി ഇയാൾ ബാങ്കോക്കിൽ എത്തുന്നു, അവിടെ നിന്ന് കഞ്ചാവ് ശേഖരിക്കുന്നു, അത് സിംഗപ്പൂരിലെത്തിച്ച് അതുവഴിയാണ് കടത്തി കൊച്ചിയിലേക്ക് എത്തിച്ചത്. നേരത്തെയൊക്കെ ബാങ്കോക്കിൽ നിന്ന് ഡയറക്റ്റ് ആണ് കൊച്ചിയിലേക്ക് കഞ്ചാവ് കടത്ത്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് ഉണ്ടായിരുന്നത്. അത് പലപ്പോഴും ഈ എയർപോർട്ടിൽ വെച്ച് തന്നെ പിടികൂടുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മാത്രം എറണാകുളം ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 100 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒരു ഉറവിടം അത് ബാങ്കോക്കാണ്. ബാങ്കോക്കിൽ ഇത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരണങ്ങളുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം 2022 മുതൽ ബാങ്കോക്കിൽ ഈ കഞ്ചാവ് നിയമവിധേയമാണ്. അതിൻ്റെ അവിടുത്തെ കടകളൊക്കെ ഉണ്ട്, ഈ കഞ്ചാവ് വിപുലമായി വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് മുതലെടുത്താണ് കൊച്ചിയിലേക്കും കേരളത്തിലേക്കും ഒക്കെ ഈ കഞ്ചാവിൻ്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. അതിന് മലയാളി നെക്സസും അതോടൊപ്പം തന്നെ ബാങ്കോക്കിലെ ആളുകളും ഇതിനൊരു നെക്സസായി പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സിനിമാ മേഖലയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുവെന്ന് നേരത്തെ തന്നെ എക്സൈസ് വ്യക്തമാക്കിയതാണ്. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. തൊടുപുഴയിൽ നിന്ന് RG വയനാടൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പിടികൂടുമ്പോൾ അയാളുടെ പക്കൽ 50 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷറഫ് ഹംസയും പിടിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ്. ആലപ്പുഴയിൽ 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഒരു ദമ്പതികളെ പിടികൂടിയത്. അവർ സിനിമാ മേഖലയിൽ വ്യാപകമായി ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കുന്ന ആളുകളാണെന്ന് പറയുന്നു. അങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഈ MDMAക്ക് പിന്നാലെ എത്തുന്ന പ്രധാനപ്പെട്ട വീര്യം കൂടിയ ലഹരി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് പ്രത്യേകമായി ഈ ഹൈഡ്രോപോണിക് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക ടെമ്പറേച്ചറിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന, നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് വില വളരെ കൂടുതലാണ്. 1 കിലോയ്ക്ക് 1 കോടി എന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് വിഷ്ണു സുരേഷാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. നേരത്തെ SKN പറഞ്ഞ പോലത്തെ നെടുമ്പാശ്ശേരി പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ഹബ്ബായി മാറി. 100 കോടി രൂപയുടെ ഈ കഞ്ചാവാണ് ഇപ്പൊ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ പിടികൂടിയിട്ടുള്ളത്. വലിയ സംഭവം. അതിനിടയ്ക്ക് റെജി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ പറയാണ്, SK കുട്ടികൾ മാത്രമല്ല ലഹരി യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇനി പുതിയതായി ഇതിനകത്ത് ഉപഭോക്താക്കൾ വരാതിരിക്കാനും നമ്മൾ ശ്രമിക്കുന്നു അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.